അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമാധികാരി അയത്തുള്ള അലി ഖംനിയുടെ വധത്തിന് പകരമായിട്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള ഹംഷഹരി പത്രം പുറത്തുവിട്ട 13 അന്താരാഷ്ട്ര നേതാക്കളുടെ പ്രതികാര പട്ടിക ലോകമെങ്ങും വൻ നയതന്ത്ര പ്രകോപനത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട 2 പേരുകളാണ് ബെഞ്ചമിൻ നെതന്യാഹു, അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 28-നായിരുന്നു ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് ഇറാനിൽ ആക്രമണം നടത്തി അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത്. അതിന് പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആ രാജ്യവും ആ രാജ്യത്തെ ജനതയും. അവരുടെ വിലാപയാത്രയിൽ, അതായത് അയത്തുള്ള അലി ഖാംനിയുടെ വിലാപയാത്രയിൽ അവർ മുഴക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നു ട്രംപിനെ കൊല്ലണം അല്ലെങ്കിൽ നെതന്യാഹുവിനെ കൊല്ലണം എന്നുള്ളത്. അപ്പം അത്തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു കൂസലുമില്ലാതെ യുദ്ധം എങ്ങനെ പോയാലും ശരി തന്നെ ഇതിൽ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഹോർമുസ് വലിയ ഒരു പ്രശ്നത്തിലേക്ക് കടക്കുമെന്നതിൽ. എന്തായാലും പുതിയ പരമാധികാരിയും ഖമീനിയുടെ മകനുമായിട്ടുള്ള മുജ്തബ ഖമീനിയുടെ പ്രതികാര പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇൻഫോ ഗ്രാഫിക്സ് ആയിട്ട് പത്രം പുറത്തുവിട്ടത്. ഇറാന്റെ ഔദ്യോഗിക ഹിറ്റ് ലിസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്ക് പുറമെ പ്രമുഖ യൂറോപ്യൻ നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മെർസ് എന്നിവരെയാണ് പ്രതികാര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന പ്രധാന വിവരവും കൂടി പുറത്തു വരികയാണ്. എന്തായാലും ഇവരാണ് ആ ഉൾപ്പെട്ടിരിക്കുന്ന വിദേശ നേതാക്കൾ എന്ന് പറയുന്നത്. പ്രതികാര പട്ടികയിലുള്ള 13 നേതാക്കളെയും ഓറഞ്ച് നിറത്തിലുള്ള ജയിൽ വസ്ത്രം ധരിപ്പിച്ച് അവരുടെ തലയ്ക്ക് നേരെ ടാർഗറ്റ് ലോക്ക് ചെയ്ത നിലയിലുള്ള അതീവ പ്രകോപനപരമായിട്ടുള്ള ചിത്രങ്ങളാണ് പത്രം പ്രചരിപ്പിക്കുന്നത്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത്, അതുപോലെ തന്നെ സെൻട്രൽ കമാൻഡ് തലവൻ ബ്രാഡ് കൂപ്പർ എന്നിവരും, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും, വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ എന്നിവരും ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്കയും ഇസ്രായേലിനെയും വകവരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പട്ടിക അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിക്സ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം, അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും ഒന്നടങ്കം പറയുന്ന ഒരു ഒറ്റ കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വകവരുത്തും എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം നിന്നതിലൂടെയാണ്, തങ്ങളുടെ മണ്ണിലെ വ്യോമാക്രമണങ്ങളെ അപലപിക്കാതിരുന്നതിലൂടെയും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ പങ്കാളികളായി എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഈ ഭീഷണികളോട് അതീവ രൂക്ഷമായാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടുള്ളത്. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ഇറാന്റെ ഭൂപടം തന്നെ ഇല്ലാതാകുമെന്ന തരത്തിൽ 1000 മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് ട്രംപ് നേരിട്ട് ഉത്തരവും നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ നേരിട്ടൊരു സൈനിക നീക്കത്തിന് മുതിർന്നാൽ അത് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തും എന്നാണ്. പക്ഷേ ഈ ഒരു നേതാക്കൾക്കെതിരെയുള്ള ചെറിയൊരു നീക്കം പോലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആഗോള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കാം എന്നുകൂടി പറയുന്നുണ്ട്. എന്നിരുന്നാലും തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വധത്തിന് പകരം വീട്ടാൻ ഇറാൻ തങ്ങളുടെ പ്രോക്സി നെറ്റ്വർക്കുകളെയും സൈബർ ആക്രമണങ്ങളെയും ഉപയോഗിച്ചേക്കാമെന്ന ഭീതിയും കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇറാന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും ഷിയ സായുധ സംഘങ്ങൾ എന്നിവർ പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ മരണത്തിന് പകരമായിട്ട് ഇസ്രായേലിന്റെയും യുഎസിന്റെയും സൈനിക താവളങ്ങൾക്ക് നേരെ ഒരു സംയുക്തമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ ഈ ഒരു പ്രോക്സി നെറ്റ്വർക്കുകളെ ഏകോപിപ്പിക്കുന്നതായാണ് രഹസ്യ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഈ മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും ആഗോള വ്യോമ ഗതാഗതത്തെയും ഒരേപോലെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സമാധാന അവസ്ഥ തകർന്നതോടെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായിട്ടുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇപ്പോൾ യുദ്ധഭീതിയിലാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ ഒരു പ്രദേശം ഇറാൻ തടസ്സപ്പെടുത്തിയാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും കടുത്ത പണപ്പെരുപ്പത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി ഒരു
കൺവെൻഷണൽ യുദ്ധമുറയ്ക്ക് പുറമെ സുരക്ഷാ ഏജൻസികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാന്റെ അത്യാധുനിക സൈബർ ആക്രമണങ്ങളെയാണ്. ഈ ഒരു പ്രതികാര പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലെ സർക്കാർ വെബ്സൈറ്റുകൾ, അതോടൊപ്പം തന്നെ പ്രതിരോധ ശൃംഖലകൾ, പവർ ഗ്രിഡുകൾ, ബാങ്കിംഗ് സംവിധാനങ്ങൾ എന്നിവ തകർക്കാൻ ഇറാന്റെ ഹാക്കർ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതായിട്ടുള്ള സൂചനയും കൂടിയുണ്ട്. ഒരു വലിയ സൈനിക നീക്കത്തിന് മുമ്പ് ശത്രു രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷ, ഈ വിവര സാങ്കേതിക വിദ്യകളെ നിശ്ചലമാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ടെഹ്റാൻ പയറ്റുന്നത്. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ മേൽ കൂടുതൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇറാൻ തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായിട്ട് സഖ്യം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് യുദ്ധം നടത്തുമ്പോഴും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ഒരു സഖ്യം ഇറാൻ രൂപപ്പെടുത്തുന്നുണ്ട്. അത് വളരെ ദൃഢമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് അത്യാധുനിക വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയും ചൈനയുടെ സാമ്പത്തിക പിന്തുണയും ഇറാന് പുതിയ കരുത്ത് പകരുന്നു. ഈ ഒരു ആഗോള ചേരിതിരിവ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാനത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ലോകത്തെ രണ്ട് ശക്തമായ ചേരികളായിട്ട് തിരിക്കാൻ കാരണമാകും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ പറയുന്നത്. ഇനി പിതാവിന്റെ മരണത്തോടെ ഭരണം ഏറ്റെടുത്ത മുജ്തബ ഖമീനിയിലേക്ക് ഇറാനിലെ ജനങ്ങൾക്ക് മുന്നിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ കടുത്ത പ്രതികാര നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിൽ തകർന്ന രാജ്യത്തിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സൈന്യത്തിന്റെ പിന്തുണ നിലനിർത്താനും ഈ ഒരു 13 നേതാക്കളുടെ പട്ടിക വലിയൊരു പ്രചാരണ ആയുധമായിട്ടാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇറാന്റെ മുന്നിൽ ഒന്നും നടക്കില്ല, ഇറാൻ ആർക്കും മുന്നിൽ മുട്ടുമടക്കില്ല, ഇനി ആരൊക്കെ വന്നാലും ഞങ്ങൾ യുദ്ധമായിട്ട് മുന്നോട്ട് പോകും എന്നതിന്റെ തെളിവ് കൂടിയാണത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ജനങ്ങൾ മറ്റൊരു വലിയ യുദ്ധത്തെ എത്രത്തോളം പിന്തുണയ്ക്കുമെന്നത് നോക്കി കാണേണ്ടതുണ്ട്. പക്ഷേ ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ അയത്തുള്ള അലി ഖാംനിയുടെ വിലാപയാത്രയിൽ കോടിക്കണക്കിന് ജനങ്ങൾ കരഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു വിലാപയാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് ഇസ്രയേലിനെയും അമേരിക്കയും തീർക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഇരു രാജ്യങ്ങളെയും വെറുക്കുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്തെ തലവന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ വധഭീഷണി മുഴക്കിക്കൊണ്ട് തെരുവിലൂടെ പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരുപക്ഷെ അങ്ങനൊരു രീതിക്ക് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അവിടെ നിൽക്കുമെന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ അയൽപ്പക്കത്തുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം മുതൽ യുദ്ധത്തിൽ ആകാതിരുന്ന ഖത്തറിലേക്കും അതുപോലെ തന്നെ അമേരിക്കൻ താവളങ്ങളുള്ള UAE-യിലേക്കും ബഹ്റിനിലേക്കും ഈ ഇറാന്റെ മിസൈലുകൾ എത്തിത്തുടങ്ങി. ഇപ്പോൾ ജോർദാനിലേക്കും ആക്രമണം നടന്നിരിക്കുകയാണ്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിയൻ മിസൈലുകളെ തടഞ്ഞതായിട്ട് UAE-യും ബഹ്റിനും അറിയിച്ചിട്ടുണ്ട്. ഒമാൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയാണ് ഇരു ശക്തികളും തമ്മിലുള്ള തർക്കം മുറുകുന്നത്. കടലിടുക്കിലൂടെയുള്ള ഷിപ്പിംഗ് നിയന്ത്രിക്കാൻ ഇറാൻ അടുത്തിടെ പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റി രൂപീകരിക്കുകയും തങ്ങളുടെ അനുമതിയില്ലാതെ കപ്പലുകൾ പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ നിയമവിരുദ്ധ നീക്കങ്ങൾ കാരണം നിലവിൽ കടലിടുക്ക് ഗതാഗതം അസാധ്യമാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ ഇറാനല്ല കടലിടുക്ക് നിയന്ത്രിക്കുന്നത് എന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുഗമമായിട്ട് നടക്കേണ്ടതുണ്ട് എന്നുമാണ് അമേരിക്കയുടെ നിലപാട്. എന്തായാലും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും പറയാനും ഒന്നിനും തന്നെ ഇറാൻ തയ്യാറാകുന്നില്ല. ഈ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായിട്ട് കഴിഞ്ഞ മാസം ഒമാൻ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഇടക്കാല അമേരിക്ക ഇറാൻ കരാറാണ് ഈ ഒരു പുതിയ ആക്രമണങ്ങളോടെ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. അമേരിക്ക ഒമാനിൽ രഹസ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി ചർച്ചകൾ പരാജയപ്പെടുത്തിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള കരാറുകളുടെ യുഗം കഴിഞ്ഞു, നിങ്ങളുടെ വാക്ക് പാലിക്കുക അല്ലെങ്കിൽ അതിന്റെ വില നൽകുക എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ യാഥാർത്ഥ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുകയാണ് എന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് എക്സിൽ കുറിച്ചതോടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിന്റെ വാതിലുകൾ തൽക്കാലത്തേക്ക് അടയുകയാണ്. എന്തായാലും ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രതികാര പട്ടിക പുറത്തുവിട്ടതോടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസികൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഏകോപനമാണ് നടത്തുന്നത്. ഇനി US-ന്റെ സീക്രട്ട് സർവീസ്, ഇസ്രായേലിന്റെ ഷിൻ ബെന്റ്, ബ്രിട്ടന്റെ M60 എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഏജൻസികൾ തത്സമയ വിവരങ്ങൾ കൈമാറാൻ സംയുക്ത കമാൻഡർ സെന്റർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു 13 നേതാക്കളുടെയും യാത്രാ പ്രോട്ടോകോളുകൾ പൂർണ്ണമായിട്ട് പുതുക്കുകയും അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരുടെ സുരക്ഷാ ഭീഷണികൾ 24 മണിക്കൂർ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഹങ്ഷഹരി പത്രത്തിൽ വന്ന ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് കേവലം ഒരു
ഭീഷണിയോ അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള സൈനിക പ്ലാനുകളുടെ ഭാഗമാണോ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശത്രുക്കൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രതിരോധ വീര്യം ചോർന്നു പോയിട്ടില്ലെന്ന് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണ തന്ത്രം കൂടിയാണ് ഇതെന്നാണ് ഒരു ഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ മറുഭാഗത്ത് പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ലോകം അവസാനിച്ചാൽ പോലും ഈ ഹോർമുസ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഇറാന്റെ നിലപാട് വലിയൊരു യുദ്ധത്തെ കൊണ്ട് എത്തിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ, അതായത് മറ്റൊരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ നയതന്ത്ര മര്യാദകൾ ലംഘിച്ച് ലോക നേതാക്കളുടെ പേരുകൾ പരസ്യമായിട്ട് വധഭീഷണി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ യുഎനിൽ വലിയ പ്രതിവാദങ്ങൾക്ക് കാരണമായേക്കാം എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. 2 പേര് അവർ എടുത്തു പറയുന്നുണ്ട്. ആ 2 പേരുടെ പേരും ഈ ജനം ഒന്നടങ്കം പറയുന്നതാണ്. ഇസ്രായേൽ മരിക്കണം, അമേരിക്ക മരിക്കണം എന്ന് പറയുന്നത് ഈ 2 നേതാക്കളുടെ വധഭീഷണിയാണെന്ന് കണക്കാക്കാം. എന്തായാലും ജനം ആ ഭരണകൂടത്തൊപ്പം നിൽക്കുമ്പോൾ തന്നെ എന്തൊക്കെയായിരിക്കാം ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ പിന്നോട്ടില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു നീക്കമുണ്ടാകുന്നു. ഇറാൻ ഓരോ അമ്പുകളും മൂർച്ച കൂട്ടി വെക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ തുളഞ്ഞു കയറുന്നതിന് വേണ്ടിയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.